أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا رب العالمين يا رب العالمين اللهم صل على محمد وعلى آل محمد الحمد لله അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മള് പുതിയൊരു ക്ലാസ്സിലേക്ക് കയറുകയാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ നമ്മള് സൂറത്ത് ബനു ഇസ്രായേൽ ഓക്കെ സൂറത്ത് ബനു ഇസ്രായേൽ എന്ന പേരിലുള്ള സൂറത്തുൽ ഇസ്രാ ആണ് നമ്മൾ എടുക്കുന്നത് ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുക കാരണം ഇതൊരു അത്ഭുതങ്ങളുടെ സൂറത്താണെന്നാണ് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ അത്ഭുതം ആയതുകൊണ്ട് തന്നെ അതിനൊരു അത്ഭുതപ്പെടുത്തുന്ന പേരും അതിന് കൊടുത്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുബ്ഹാന എന്ന പേരിലും ഈ സൂറത്ത് അറിയപ്പെടുന്നു സുബ്ഹാന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ അനുഗ്രഹത്തെ നമ്മൾ അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കാനും മാത്രമേ കഴിയുള്ളൂ അതിനെക്കുറിച്ച് വിവരിക്കാനോ അതെന്താണെന്ന് പറയാനോ ഒന്നും നമുക്കറിയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നതല്ലാതെ നമുക്ക് അറിയില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വർഗത്തിനെ കുറിച്ചിട്ടും നരകത്തിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളൊക്കെ ഈ ഒരു സൂറത്തുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട മിഅ്റാജ് രാവിലെ കണ്ട നരകത്തിനെ കുറിച്ചിട്ടും സ്വർഗത്തിനെ കുറിച്ചിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആലമുൽ അർവാഹിനെ കുറിച്ചിട്ടും ഒക്കെ ഉള്ള വിവരണങ്ങളൊക്കെ ഈ ഒരു സൂറത്തുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കാണാത്തൊരു ഖൈബിയായ ഒരു ലോകത്തിനെ കുറിച്ചിട്ട് വിവരിച്ചു തരുന്ന സൂറത്താണിത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരാണ് സൂറത്ത് സുബ്ഹാന അല്ലെങ്കിൽ ബനു ഇസ്രായേൽ സംഭവങ്ങളെ കുറിച്ച് ചരിത്രങ്ങളെ മുഴുവനും കുറെ ഒരുപാട് ഭാഗങ്ങൾ ഈ സൂറത്തിലാണ് വിവരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബനു ഇസ്രായേൽ എന്ന പേരിലും ഈ സൂറത്ത് അറിയപ്പെടുന്നുണ്ട് ഓക്കെ സുബ്ഹാന എന്ന പേര് തുടക്കത്തിന് ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് സുബ്ഹാന എന്ന് പറയുന്നത് പിന്നെ ഇസ്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാപ്രയാണം അതായത് രാത്രിയിലെ യാത്ര എന്നാണ് അതിന്റെ അർത്ഥം ഇസ്രാ എന്ന് പറഞ്ഞാല് രാത്രിയിലെ യാത്ര എന്നാണ് അത് മിറാജ് രാവിലെ രാത്രിയിലെ യാത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനോട് പറയുന്നത് ഇത് മക്കി സൂറത്തായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അതായത് മക്കയില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകിയ സൂറത്താണിത് കാരണം പിന്നെ ഒരു പ്രവാചകനായിട്ട് തെരഞ്ഞെടുക്കുകയും ജനങ്ങളൊന്നും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പം ഒരു പ്രവാചകൻ ഉണ്ടായിരിക്കാവുന്ന എല്ലാ പ്രയാസങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നടന്നിരുന്ന ഒരു സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെയും നരകത്തെയും നേരിട്ട് കാണിച്ചു കൊടുക്കുന്നത് അതോട് കൂടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമാക്കുകയാണ് ചെയ്തത് ഇതിലൂടെ എല്ലാ രാത്രിയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ബനു ഇസ്രായേൽ അതായത് ഈ ഒരു സൂറത്തുൽ ഇസ്രാവും അതുപോലെ തന്നെ സൂറത്തുൽ സുമറും ഓതാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അൽഹംദുലില്ലാഹ് ക്ലാസ്സിലേക്ക് കടക്കുകയാണ് സൂറത്തുൽ ഇസ്രാ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا من يا رب العالمين اللهم صل على محمد وعلى آل محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم തന്റെ ദാസനെ നബിയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് അതിന്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു ഈ നിശായാത്ര ചെയ്യിപ്പിച്ചവൻ എത്രയോ പരിശുദ്ധൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി എത്രയത് തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നതിനും അതായത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് ഹറം നിൽക്കുന്ന സ്ഥലം ഏതാണ് മക്കയാണ് അല്ലെ അക്സ നിൽക്കുന്നത് ഏതാണ് ഇന്നത്തെ പിന്നെ ഇസ്രായേലി സമൂഹം നിൽക്കുന്ന സ്ഥലമാണ് അക്സ പള്ളി നിൽക്കുന്ന സ്ഥലം
അതിന്റെ അവിടേക്കാണ് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതായത് ഒറ്റ രാത്രി കൊണ്ട് അവിടെ പോവുകയും പിന്നെ അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാർക്കും ഇമാമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസ്കരിപ്പിക്കുകയും പിന്നീട് അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് സ്വർഗവും നരകവും കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മുനാജാത്ത് നടത്തി അവിടെ നിന്നാണ് നമുക്ക് നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഒരു സൂറത്താണിത്. കാരണം 50 വഖത്ത്, അതായത് 50 നേരത്തെ നമസ്കാരം ആണ് നമുക്ക് 5 നേരത്തെ നമസ്കാരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്കി തന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് നമ്മളോട് 50 നേരങ്ങളിലായിക്കൊണ്ട് നമസ്കരിക്കാനായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സുജൂദ് ചെയ്യാനായിരുന്നു ഒരു ദിവസം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ ഒരു 24 മണിക്കൂറിന്റെ ഇടയിൽ നമ്മൾ 50 നേരം നമസ്കരിക്കാൻ നിന്നാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ ഇല്ല അല്ലെ. ദുനിയാവിൽ വേറെ ഒന്നും ചെയ്യാനില്ല. അതായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്. അതായത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദുനിയാവിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പ്രവാചകന്മാര്, മറ്റ് പ്രവാചകന്മാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അതായത് മൂസ അലൈഹി ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇല്ല, നിന്റെ നിന്റെ ഉമ്മത്തുകൾ അത് ചെയ്യൂല റസൂലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറച്ച് കൊടുക്കുകയും പിന്നീടാണ് നമ്മുടെ ഈ ഒരു 5 നേരത്തെ നമസ്കാരമായിട്ട് അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചുരുക്കി തന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ ഏറ്റവും അനുഗ്രഹീതമായ ഒരു രാവ് കൂടിയായിരുന്നു ഇത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സുജൂദ് ചെയ്യാന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ദിവസം കൂടിയാണ് ഇസ്രാ ദിവസം. പക്ഷെ ഇതെല്ലാം അതുപോലെ തന്നെ പ്രവാചകന്മാരെ മുഴുവനും, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയ പ്രവാചകന്മാരുണ്ട്. ഈസാ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം ഈസാ അലൈഹി ഇസ്ലാമിന് ഉണ്ടായിട്ടില്ല. ഈസാ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയാണ് ഉണ്ടായത്. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാമിനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടിയ രാവായിരുന്നു ഈ ഇസ്രാ രാവ്. ബുറാഖ് എന്ന വാഹനത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്തിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ്. അതിന്റെ വേഗത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത അത്രയും വേഗതയിലായിരുന്നു അതിന്റെ യാത്ര എന്നാണ്. പ്രകാശത്തിന്റെ യാത്ര അറിയാലോ. പ്രകാശം എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് കിട്ടുന്ന ഈ വെളിച്ചം, ഈ പകലുകളിൽ വരുന്ന വെളിച്ചം, അത് സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചത്തിന് പ്രകാശത്തിന്റെ ഒരു ആ പ്രകാശം വരുന്നതിന് അതിനൊരു വേഗതയുണ്ട്. ആ വേഗതയെ പോലെ കടത്തി വെട്ടുന്ന രീതിയിലായിരുന്നു ഈ രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയത്. അതൊക്കെ സത്യമാണെന്ന് നമുക്ക് ഇന്ന് ചരിത്രങ്ങളിൽ നമുക്ക്, അതായത് ഇന്നത്തെ പിന്നെ ആധുനിക രീതിയിൽ നമ്മൾ അതിനെ നോക്കുമ്പം അതൊക്കെ നേടിയെടുക്കാവുന്ന രീതിയാണെന്ന് നമുക്കിപ്പോ തോന്നുന്നുണ്ട്. കാരണം അന്നത്തെ കാലഘട്ടത്തില് അന്ന് പിന്നെ അന്നത്തെ സമൂഹം, നാഗരികത ഇല്ലാത്തൊരു സമൂഹം, ഈ ജാഹിലിയത്തിന് മാത്രം ജീവിച്ചിരുന്ന സമൂഹത്തിന് മുമ്പിൽ ചെന്നിട്ട് ഞാന് ഇങ്ങനെ കടന്നുപോയി എന്നൊക്കെ പറയുമ്പം അവര് അതിനെ കളിയാക്കി ചിരിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി വന്നതിന് ശേഷം അത് ആളുകളുടെ ഇടയിൽ ചർച്ചയാവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകൾ അതിനെ കളിയാക്കി ചിരിക്കുകയും അങ്ങനെ ആരും വിശ്വസിക്കാതിരിക്കുന്ന ഒരു സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് പിന്നെ ആളുകൾ പറയുന്നത്, നിന്റെ കൂട്ടുകാരനുണ്ട് പിന്നെ ആകാശം കടന്ന് പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കും. അപ്പം ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കും, അങ്ങനെ പറഞ്ഞു, റസൂൽ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കും. അപ്പൊ പറയാം, അപ്പം ആളുകൾ പറയും അതെ റസൂൽ അങ്ങനെ പറഞ്ഞു. അപ്പൊ പറയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ സത്യപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് അബൂബക്കർ എന്ന പേരിന് കൂടെ സിദ്ദീഖ് എന്ന പേര് അതിന്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. അങ്ങനെയാണ് അബൂബക്കർ എന്ന പേരിന്റെ കൂടെ സിദ്ദീഖ് എന്ന് ചേർത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് എന്ന പേരില് സത്യപ്പെടുത്തിയവനാണ്, അതായത് റസൂലിനെ സത്യപ്പെടുത്തിയവനാണ് അബൂബക്കർ. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന പേരില് അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ ഒരുപാട് കഥകള് ഉൾക്കൊണ്ട ഒരു സൂറത്താണിത്. ഇതിലെ ആയത്ത് മാത്രമേ നമ്മൾ കടന്നു പോകുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ഹദീസുകളും
അതൊക്കെ എടുത്തു വെക്കുമ്പം നമുക്കിത് ഒരു അത്ഭുതത്തോടു കൂടി നോക്കിക്കാണേണ്ട സൂറത്താണ്. അതുകൊണ്ടാണ് സുബ്ഹാന എന്ന പേരിൽ ഈ സൂറത്തിനെ സഹാബികള് വിളിച്ചു വന്നത്. ഓക്കെ. മൂസയ്ക്ക് നാം വേദഗ്രന്ഥം നൽകുകയും അതിനെ നാം ഇസ്രായേൽ സന്തതികൾക്ക് മാർഗദർശനമാക്കുകയും ചെയ്തു. എനിക്ക് പുറമെ യാതൊരു കൈകാര്യകർത്താവിനെയും നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് അനുശാസിക്കുന്ന വേദഗ്രന്ഥം. നൂഹിനൊപ്പം നാം കപ്പലിൽ കയറ്റിയവരുടെ സന്തതികളെ തീർച്ചയായും അദ്ദേഹം നൂഹ് വളരെ നന്ദിയുള്ള ഒരു ദാസനായിരുന്നു. ഇസ്രായേൽ സന്തതികൾക്ക് ഇപ്രകാരം നാം വേദഗ്രന്ഥത്തിൽ വിധി നൽകിയിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഭൂമിയിൽ 2 പ്രാവശ്യം കുഴപ്പമുണ്ടാക്കുകയും വലിയ ഔന്നത്യം നടിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ആ 2 സന്ദർഭങ്ങളിൽ ഒന്നാമത്തേതിന് നിശ്ചയിച്ച ശിക്ഷയുടെ സമയമായാൽ പരാക്രമശാലികളായ നമ്മുടെ ചില ദാസന്മാരെ നിങ്ങളുടെ നേരെ നാം അയക്കുന്നതാണ്. അങ്ങനെ അവർ വീടുകൾക്കിടയിൽ നിങ്ങളെ തിരഞ്ഞു നടക്കും. അത് പ്രാവർത്തികമാക്കപ്പെട്ട ഒരു വാഗ്ദാനം തന്നെയാകുന്നു. ഇസ്രായേലി സമൂഹത്തിന് ഉണ്ടായ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത് കേട്ടോ. ഏതാ ആയത്ത്? സൂറത്തുൽ ഇസ്രാ 2-ാമത്തെ ആയത്ത്. നിങ്ങൾ ക്ലാസ്സിലെ ഇടയിൽ കയറി വരികയാണെങ്കിൽ ഇടയിൽ കയറിയിട്ട് അതേതായത്ത് എന്ന് ചോദിക്കരുത്. നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ചോദിക്കുക. ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരും ഏതാണ് ആയത്ത് എന്നുള്ളത്. ക്ലാസ്സിനെ നിങ്ങൾ മുറിക്കരുത് കേട്ടോ. ഒന്നാമത്തെ കുഴപ്പത്തിന്റെ ഘട്ടത്തിലായിരുന്നു ഷായ എന്ന നബി കൊല്ലപ്പെട്ടതെന്നും അതാണ് ആ ഒരു കാര്യമാണ് ഒന്നാമത്തെ കുഴപ്പത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. രണ്ടാമത്തെ കുഴപ്പത്തിന്റെ കാലത്തിനെ പറ്റി പറയുന്നത് സക്രിയ അലൈഹി ഇസ്ലാം, യഹ്യ അലൈഹി ഇസ്ലാം എന്ന നബിമാര് കൊല്ലപ്പെട്ട കാലഘട്ടമാണെന്നാണ് പറയുന്നത്. ഓക്കെ. ജാലൂത്തിന്റെ കഥയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയുന്നുണ്ട്. ജാലൂത്ത് രാജാവിന്റെ സൈന്യം അവരാണ് ഈ ഒരു നാട്ടില് മുഴുവനും നടന്നിട്ട് അവര് മുഴുവനായും എല്ലാ വസ്തുക്കളും അവർ നശിപ്പിച്ചു കളയുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം ഇതാണ് ജാലൂത്ത് എന്ന രാജാവിന്റെ സൈന്യത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ സൻഹാരിബ് രാജാവിന്റെ കൂട്ടരായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബുഖ്തുനസ്ർ എന്ന സൈന്യമാണെന്നും പറയുന്നുണ്ട്. ഓക്കെ. ഇതില് ഏതാണെന്നുള്ളത് ജാലൂത്തിനെ കുറിച്ചുള്ള കഥ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്. ജാലൂത്ത് എങ്ങനെയായിരുന്നു അവിടെ നടന്നത് എന്നുള്ളത്. പിന്നെ മറ്റേ രാജാവ് സൻഹാരിബ് എന്ന രാജാവ് ഇസ്രായേലിയുടെ നേരെ പട നയിച്ച ഒരു രാജാവായിരുന്നു. അങ്ങനെ അവരെ മുഴുവനായിട്ടും കൊന്നൊടുക്കി, ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയ ഒരു കാലഘട്ടമായിരുന്നു അത് എന്നത്. ബുഖ്തുനസ്ർ എന്ന ബാബിലോണിലെ രാജാവായിരുന്നു. ഇദ്ദേഹമായിരുന്നു ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിയും ഇസ്രായേലിയരുടെ മതസംസ്കാര ചിഹ്നങ്ങളും ഒക്കെ എല്ലാ സ്വത്തുക്കളും ഒക്കെ നശിപ്പിച്ചത് ഇദ്ദേഹമായിരുന്നു എന്നാണ്. എന്നിട്ട് ബാബിലോണിലേക്ക് അതൊക്കെ കൊണ്ടുപോയി എന്നാണ്. ഓക്കെ. പിന്നീട് ബാബിലോണില് അവരുടെ ആക്രമണത്തില് തൗറാത്തിന്റെ പകർപ്പുകളും അതുപോലെ തൗറാത്തും ഒക്കെ കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ഉസൈർ അലൈഹി ഇസ്ലാമാണ് ഇതിനെ പിന്നീട് ഓർമ്മയിൽ നിന്നെടുത്തിട്ട്, അതായത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആയത്തുകൾ എടുത്തിട്ടാണ് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിനെ പിന്നീട് ഉയർത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. ഇത് വേറെ തന്നെ കഥയാണ്. ഇസ്രായേലിയർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ്. അവരെ നശിപ്പിക്കപ്പെട്ടിട്ടും വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉയർത്തി, വീണ്ടും നശിപ്പിച്ചു, വീണ്ടും അവരെ ഉയർത്തി, വീണ്ടും നശിപ്പിച്ചു, വീണ്ടും ഉയർത്തി. എന്നിട്ടും അവര് നന്നായില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഓക്കെ. അങ്ങനെ ആ 2 സന്ദർഭങ്ങളിൽ ഒന്നാമത്തേത് നിശ്ചയിച്ച ശിക്ഷയുടെ സമയമായാൽ ഉഗ്രപരാക്രമശാലികളായ നമ്മുടെ ചില ദാസന്മാരെ നിങ്ങളുടെ നേരെ നാം അയക്കുന്നതാണ്. അങ്ങനെ അവർ വീടുകളിൽ നിങ്ങളെ തെരഞ്ഞു നടക്കും. അത് പ്രാവർത്തികമാക്കപ്പെട്ട ഒരു വാഗ്ദാനം തന്നെയാകുന്നു.
പിന്നെ നാം അവർക്കെതിരെ നിങ്ങൾക്ക് വിജയം തിരിച്ചു തന്ന സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെ നാം പോഷിപ്പിക്കുകയും നിങ്ങളെ നാം കൂടുതൽ സംഘബലമുള്ളവരാക്കി തീർക്കുകയും ചെയ്തു. നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്ന പക്ഷം നിങ്ങളുടെ ഗുണത്തിന് തന്നെയാണ് നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ ദോഷവും നിങ്ങൾക്ക് തന്നെ. എന്നാൽ ആ രണ്ട് സന്ദർഭങ്ങളിൽ അവസാനത്തേതിന് നിശ്ചയിച്ച ശിക്ഷയുടെ സമയം വന്നാൽ നിങ്ങളുടെ മുഖങ്ങളെ അപമാനത്തിൽ ആഴ്ത്തുവാനും ആദ്യ തവണ ആരാധനാലയത്തിൽ പ്രവേശിക്കുന്നത് പോലെ വീണ്ടും പ്രവേശിക്കുവാനും കീഴടക്കിയതെല്ലാം തകർത്ത് കളയുവാനും നാം ശത്രുക്കളെ നിയോഗിക്കുന്നതാണ്. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് കരുണ കാണിക്കുന്നവനായേക്കാം. നിങ്ങൾ ആവർത്തിക്കുന്ന പക്ഷം നമ്മളും ആവർത്തിക്കുന്നതാണ്. നരകത്തെ നാം സത്യനിഷേധികൾക്ക് ഒരു തടവറ ആക്കിയിരിക്കുന്നു. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. പരലോകത്തിൽ വിശ്വസിക്കാത്തവരാരോ അവർക്ക് നാം വേദനയേറെ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും സന്തോഷ വാർത്ത അറിയിക്കുന്നു. മനുഷ്യൻ ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ദോഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനുഷ്യനേറെ ചെറുക്കം കൂട്ടുന്നവനാകുന്നു. രാവിനെയും പകലിനെയും നാം രണ്ട് ദൃഷ്ടാന്തങ്ങളാക്കിയിരിക്കുന്നു. രാവാകുന്ന ദൃഷ്ടാന്തത്തെ നാം മങ്ങിയതാക്കുകയും പകലാകുന്ന ദൃഷ്ടാന്തത്തെ നാം പ്രകാശം നൽകുന്നതാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾ നേടുന്നതിന് വേണ്ടി കൊല്ലങ്ങളുടെ എണ്ണം കണക്കും നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഓരോ കാര്യം നാം നല്ലവണ്ണം വിശദീകരിച്ചിരിക്കുന്നു. ഓരോ മനുഷ്യനും അവന്റെ ശകുനം അവന്റെ കഴുത്തിൽ തന്നെ നാം ബന്ധിച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഒരു ഗ്രന്ഥം നാം അവന് വേണ്ടി പുറത്തെടുക്കുന്നതാണ്. അത് നിവർത്തി വെക്കപ്പെട്ടതായി അവൻ കണ്ടെത്തും. നമ്മുടെയൊക്കെ കഴുത്തിൽ തന്നെ നമുക്ക് നമ്മുടെ രേഖകളും അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ നമ്മളെ ഈ പരലോകത്ത് വെച്ച് നമുക്ക് അത് നമ്മളെ കൊണ്ട് വായിപ്പിക്കും എന്നുള്ളതാണ് കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നിന്റെ ഗ്രന്ഥം വായിച്ചു നോക്കുക. നിന്നെ സംബന്ധിച്ചിടത്തോളം കണക്ക് നോക്കുവാൻ നീ തന്നെ മതിയെന്ന് അവനോടന്ന് പറയപ്പെടും. വല്ലവനും നേർമാർഗം സ്വീകരിക്കുന്ന പക്ഷം തന്റെ സ്വന്തം ഗുണത്തിനായി തന്നെയാണ് അവൻ നേർമാർഗം സ്വീകരിക്കുന്നത്. വല്ലവനും വഴിപഴച്ചു പോകുന്ന പക്ഷം തനിക്ക് ദോഷത്തിനായി തന്നെയാണ് അവൻ വഴിപഴച്ചു പോകുന്നത്. പാപഭാരം ചുമക്കുന്ന യാതൊരാളും മറ്റൊരാളുടെ പാപഭാരം ചുമക്കുകയില്ല. ഒരു ദൂതനെ അയക്കുന്നത് വരെ നാം ആരെയും ശിക്ഷിക്കുന്നതുമല്ല. ഏതെങ്കിലും ഒരു രാജ്യം നാം നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവിടുത്തെ സുഖലോലുപർക്ക് നാം ആജ്ഞകൾ നൽകും. എന്നാൽ അത് വകവെക്കാതെ അവർ അവിടെ താന്തോന്നിത്തം നടത്തും. ശിക്ഷയെപ്പറ്റിയുള്ള വാക്ക് അങ്ങനെ അതിന്റെ രാജ്യത്തിന്റെ കാര്യത്തിൽ സ്ഥിരപ്പെടുകയും നാം അവനെ നിശേഷം തകർക്കുകയും ചെയ്യും. നാം അതിനെ നിശേഷം തകർക്കുകയും ചെയ്യുന്നതാണ്. നൂഹിന് ശേഷം എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. തന്റെ ദാസന്മാരുടെ പാപങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമായി നിന്റെ രക്ഷിതാവ് തന്നെ മതി. ക്ഷണികമായതിനെ ഇഹലോകത്തെയാണ് വല്ലവരും ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവർക്ക് അഥവാ അവരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്നത് ഇവിടെ വെച്ച് തന്നെ വേഗത്തിൽ നൽകുന്നതാണ്. പിന്നെ നാം അങ്ങനെയുള്ളവന് നൽകുന്നത് നരകമായിരിക്കും. അപമാനിതനും പുറന്തള്ളപ്പെട്ടവനുമായിക്കൊണ്ട് അവൻ അതിൽ കടന്നെരിയുന്നതാണ്. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുന്നുവെങ്കിൽ സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. ഇക്കൂട്ടരെയും അക്കൂട്ടരെയും എല്ലാം തന്നെ ഇവിടെ വെച്ച് നാം സഹായിക്കുന്നതാണ്. നിന്റെ രക്ഷിതാവിന്റെ ദാനത്തിൽപ്പെട്ടത് എത്രയാ അത് നിന്റെ രക്ഷിതാവിന്റെ ദാനം തടഞ്ഞു വെക്കപ്പെടുന്നതല്ല. നാം അവരിൽ ചിലരെ മറ്റു ചിലരേക്കാൾ മെച്ചപ്പെടുത്തുകയായിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ. പരലോക ജീവിതം ഏറ്റവും വലിയ പദവിയുള്ളതും ഏറ്റവും വലിയ ഉത്കൃഷ്ടതയുള്ളതും തന്നെയാകുന്നു. അള്ളാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും നീ സ്ഥാപിക്കരുത്. എങ്കിൽ അപമാനിതനും കൈയൊഴിയപ്പെട്ടവരുമായി നീ ഇരിക്കേണ്ടി വരും. തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. അവരിൽ മാതാപിതാക്കളിൽ ഒരാളോ അവർ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് നീ എന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത്. അവരോട് നീ മാന്യമായ വാക്ക് പറയുക. കാരുണ്യത്തോടു കൂടി എളിമയുടെ ചിറക് നീ അവർക്ക് ഇരുവർക്കും താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക. എന്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ അവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ നീ പറയുകയും ചെയ്യുക. നിന്റെ രക്ഷിതാവ് നിങ്ങളുടെ മനസ്സുകളിലുള്ളത് നല്ലവണ്ണം അറിയുന്നവനാണ്. നിങ്ങൾ നല്ലവരായിരിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ ഖേദിച്ചു മടങ്ങുന്നവർക്ക് ഏറെ പുറത്തു കൊടുക്കുന്നവനാകുന്നു. കുടുംബ ബന്ധമുള്ളവന് അവന്റെ അവകാശം നീ നൽകുക. അഗതിക്കും വഴിപോക്കനും അവരുടെ അവകാശവും നീ ധനം ദുർവ്യയം ചെയ്ത് കളയരുത്. തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. പിശാച് തന്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാകുന്നു. നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് നീ ആഗ്രഹിക്കുന്ന അനുഗ്രഹം തേടിക്കൊണ്ട് നിനക്ക് അവരിൽ നിന്ന് തിരിഞ്ഞു കളയേണ്ടി വരുന്ന പക്ഷം നീ അവരോട് സൗമ്യമായ വാക്ക് പറഞ്ഞുകൊള്ളുക.
നിന്റെ കൈ നീ വിരടിയിൽ ബന്ധിക്കപ്പെട്ടതാക്കരുത്, അത് കൈ മുഴുവനായി അങ്ങും നീട്ടിയിടുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം നീ നിന്ദിതനും കഷ്ടപ്പെട്ടവനുമായിരിക്കേണ്ടി വരും. അതായത് നമ്മൾ ഒരിക്കലും കൈകളെ തുറന്നു വെക്കരുത്, അതായത് നമ്മൾ ധാരാളിത്തം കാണിക്കരുത്, എന്നാൽ കൈകളെ മുറുക്കെ പൂട്ടി വെക്കുകയും ചെയ്യരുത്. അതെന്താണ്? പിശുക്കാണ് ശരിക്കും. നമ്മള് അതിന്റെ ഇടയിലുള്ള ഒരു മാർഗം സ്വീകരിക്കണം എന്നാണ്. നമ്മൾ ധാരാളിത്തവും കാണിക്കാൻ പാടില്ല, പിശുക്കും കാണിക്കാൻ പാടില്ല. നമ്മള് മിതത്വത്തിലായിരിക്കണം പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നീ നിന്ദിതനും കഷ്ടപ്പെട്ടവനുമായി തീർക്കേണ്ടി വരുന്നു. ധാരാളിത്തം കാണിച്ചാലും നീ നിന്ദിക്കപ്പെടും, നീ പിശുക്ക് കാണിച്ചാലും ജനങ്ങൾ നിന്നെ നിന്ദിക്കുകയും ചെയ്യും. ഇപ്പൊ രണ്ടു രീതിയിലും ധാരാളിത്തം കാണിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ശിക്ഷ ഇറങ്ങും. നമ്മള് പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മളെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യും. അപ്പൊ ഇത് രണ്ടും ചെയ്യാൻ പാടില്ല എന്നാണ്. തീർച്ചയായും നിന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനമാർഗം വിശാലമാക്കി കൊടുക്കുന്നു, ചിലർക്കത് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അവൻ തന്റെ ദാസന്മാരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാകുന്നു. നമ്മള് പിശുക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് സദക്കകൾ ചെയ്യുന്നില്ല, നമ്മൾ ദാനധർമ്മം ചെയ്യുന്നില്ല, കുടുംബബന്ധം പുലർത്തുന്നില്ല, നമ്മൾ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. ഇതൊക്കെ നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. ഇതൊക്കെ കൊടുക്കാനും നമ്മള് എന്തുകൊണ്ടാണ് കൊടുക്കാതിരിക്കുന്നത്? നമ്മളെ പിശുക്ക് കൊണ്ടാണ്. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിത മാർഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്യൂരിഫൈ ചെയ്യുന്നില്ല. അതായത് നമ്മളെ കിണറ്റിലെ വെള്ളം കണ്ടിട്ടില്ലേ? കിണറ്റിൽ നമ്മള് വെള്ളം എടുക്കുമ്പോഴാണ് അതിലെന്ത് ചെയ്യുന്നത്? ആ ഉറവകൾ, പുതിയ പുതിയ ഉറവകൾ പൊട്ടിയുണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ വെള്ളം അങ്ങനെ കെട്ടിക്കിടന്നിട്ട് അത് കേടുവന്ന് പോവുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മള് ഉറവ എടുക്കാത്ത, അതായത് നമ്മള് പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്യാത്ത, നമ്മൾ ചെലവഴിക്കാത്ത, കുടുംബത്തിലെ ജീവിതമാർഗത്തിന് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കുടുംബത്തിന് ആവശ്യത്തിനൊന്നും ഉപകരിക്കാതെ എടുത്തു വെച്ച് പൂട്ടി വെക്കുന്ന വസ്തുക്കളെ ഒരിക്കലും അത് ഉയർന്നില്ല, അത് ഒരിക്കലും വലുതാകുന്നില്ല. ആ ഒരു നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പിന്നീട് എന്താവും? അത് അങ്ങനെ നശിച്ചു പോവുകയാണ് ചെയ്യുക. നിങ്ങളില് ആരെങ്കിലും പിശുക്ക് കാണിച്ചേതെങ്കിൽ കുടുംബങ്ങളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവരുടെ ആ പിശുക്ക് കാരണം അവരുടെ സമ്പത്ത് വളർന്നില്ല, അത് പിന്നീട് പൂർണ്ണമായും അവരിൽ നിന്ന് നശിച്ചു പോയതായിട്ടായിരിക്കും കാണുക. അതുപോലെ തന്നെ ധാരാളിത്തം കാണിച്ച കുടുംബങ്ങളെ നോക്കുക, അവരുടെയും ജീവിതം എന്താണ്? മറ്റുള്ളവരോട് ചോദിക്കുന്ന രീതിയിലേക്ക് അവരുടെ ജീവിത മാർഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളയും. ദാരിദ്ര്യ ഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത്, നാമാണ് അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത്, അവരെ കൊല്ലുന്നത് തീർച്ചയായും ഭീമമായ അപരാധമാകുന്നു. നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത്, തീർച്ചയായും അതൊരു നീചവൃത്തിയും ദുഷിച്ച മാർഗവുമാകുന്നു. അള്ളാഹു പവിത്രമായി നൽകിയിട്ടുള്ള ജീവനെ അന്യായപ്രകാരമല്ലാതെ നിങ്ങൾ ഹനിക്കരുത്. അക്രമത്തിന് വിധേയനായി വല്ലവനും കൊല്ലപ്പെടുന്ന പക്ഷം അവന്റെ അവകാശിക്ക് നാം പ്രതികാരം ചെയ്യാൻ അധികാരം വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവൻ കൊലയിൽ അതിരി കവിയരുത്, തീർച്ചയായും അവൻ സഹായിക്കപ്പെടുന്നവനാകുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ ആരെങ്കിലും ഒരു നാട്ടിലെ ഒരാള് കൊന്നു കഴിഞ്ഞാല് ആ നാട്ടിലെ മറ്റേ സമുദായത്തിനെ മുഴുവനായിട്ട് നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെയാണ് തടഞ്ഞിട്ട് പറഞ്ഞത്, ആരാണ് കൊലക്ക് കൊല വേണം, പക്ഷെ ആരാണോ കൊന്നത് അവനെ മാത്രമേ അതിന് തിരിച്ച് ശിക്ഷിക്കാവൂ. ഒരിക്കലും ആ നാട്ടിലെ ബാക്കിയുള്ളവരെ മുഴുവനും അതിന്റെ പേരിൽ, അല്ലെങ്കിൽ ആ സമുദായത്തെ മുഴുവനായിട്ട് അതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ അറിയാലോ, ഓരോ ഗോത്രങ്ങളായിട്ടായിരുന്നു, മറ്റേ ഗോത്രത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു അന്നത്തെ ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകള് അന്യോന്യം വൈരാഗ്യം വെച്ച് കൊണ്ടിടുന്നത്. അപ്പൊ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കുകയും, അതായത് കൊലപാതകം നടത്തിയാൽ അതിന് പകരം ചെയ്യണം, പക്ഷെ അതിര് കവിയാൻ പാടില്ല എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത്. അനാഥക്ക് പ്രാപ്തി എത്തുന്നത് വരെ ഏറ്റവും നല്ല രീതിയിലല്ലാതെ അവന്റെ സ്വത്തിനെ നിങ്ങൾ സമീപിക്കരുത്. നിങ്ങൾ കരാർ നിറവേറ്റുക, തീർച്ചയായും കരാറിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾ അളന്നു കൊടുക്കുകയാണെങ്കിൽ അളവ് നിങ്ങൾ തേച്ചു കൊടുക്കുക, ശരിയായ തുലാസ് കൊണ്ട് നിങ്ങൾ തൂക്കി കൊടുക്കുകയും ചെയ്യുക, അതാണ് ഉത്തമവും അന്ത്യഫലത്തിൽ ഏറ്റവും മെച്ചമായിട്ടുള്ളതും. നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിന്റെയും പിന്നാലെ നീ പോകരുത്, തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെ പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നീ ഭൂമിയിൽ അഹന്തയോടെ നടക്കരുത്, തീർച്ചയായും നിനക്ക് ഭൂമിയെ പിളർത്താനൊന്നും ആവില്ല,
ഉയരത്തിൽ നിനക്ക് പർവ്വതത്തോടൊപ്പം എത്താനുമാവില്ല. തീർച്ച അവയിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ദുഷിച്ചത് നിന്റെ രക്ഷിതാവിങ്കൽ വെറുക്കപ്പെട്ടതാകുന്നു. നിന്റെ രക്ഷിതാവ് നിനക്ക് ബോധനം നൽകിയ ജ്ഞാനത്തിൽപ്പെട്ടത് എത്രേ അത്. അള്ളാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും നീ സ്ഥാപിക്കരുത്, എങ്കിൽ ആക്ഷേപിക്കപ്പെട്ടവനും പുറന്തള്ളപ്പെട്ടവനുമായി നീ നരകത്തിൽ എറിയപ്പെടുന്നതാണ്. എന്നാൽ നിങ്ങളുടെ രക്ഷിതാവ് ആൺമക്കളെ നിങ്ങൾക്ക് പ്രത്യേകമായി നൽകുകയും അവൻ മലക്കുകളിൽ നിന്ന് പെൺമക്കളെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണോ? തീർച്ചയായും ഗുരുതരമായ ഒരു വാക്ക് തന്നെയാകുന്നു നിങ്ങൾ പറയുന്നത്. ചില സമുദായങ്ങളിലെ പെൺമക്കളെ അവര് ദൈവത്തിന് സമർപ്പിക്കും. എന്നിട്ട് അവരെ പിന്നെ ഒരു പ്രത്യേക പദവിയൊക്കെ നൽകിയിട്ട് അവര് പിന്നെ ദൈവത്തിന്റെ ദാസിമാരാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രിമാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സമുദായമുണ്ട്. അപ്പം ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഇതൊക്കെ ഗുരുതരമായ വാക്കാകുന്നു എന്നാണ്. ഇങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല, അതായത് ആൺമക്കളൊക്കെ അവര് ഭയങ്കര അഭിമാനത്തോടു കൂടി കൊണ്ടുനടക്കുകയും പെൺമക്കളൊക്കെ എന്താക്കുക, അള്ളാഹുവിന്റെ ദാസിമാരാണ് അല്ലെങ്കിൽ പുത്രിമാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കി വിടുകയും ചെയ്യാം. അത് പിന്നെ സ്ത്രീകളെ അവര് പരിഗണിക്കാത്തത് കൊണ്ടാണ്, സ്ത്രീകൾ അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അങ്ങനെ സ്ത്രീകൾ അവര് അള്ളാഹുവിന് ആക്കി കൊടുക്കുകയും പുരുഷന്മാരെ മാത്രം അവര് അന്തസ്സോട് കൂടിയിട്ടും അഭിമാനത്തോട് കൂടിയിട്ട് കൊണ്ടടക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ ഗുരുതരമായ വാക്കാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അവർ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഈ ഖുർആനിൽ നാം കാര്യങ്ങൾ വിവിധ രൂപത്തിൽ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്കത് അൽഗർച്ച വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നബിയെ പറയുക, അവർ പറയും പോലെ അവനോടൊപ്പം മറ്റു ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ സിംഹാസനത്തിന് അധിപന്റെ അടുക്കിലേക്ക് അവർ ദൈവങ്ങൾ വല്ല മാർഗവും തേടുക തന്നെ ചെയ്യുമായിരുന്നു. അവൻ എത്ര പരിശുദ്ധൻ! അവർ പറഞ്ഞുണ്ടാക്കുന്നതിനെല്ലാം ഉപരിയായി അവൻ വലിയ ഔന്നത്യം പ്രാപിച്ചിരിക്കുന്നു. 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു. യാതൊരു വസ്തുവും അവനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കാത്തവരായില്ല. പക്ഷെ അവരുടെ കീർത്തനം നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. തീർച്ചയായും അവർ സഹനശീലനും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. അതായത് ആകാശങ്ങളും ഭൂമിയും അവയുടെ ഉള്ളിലുള്ള എല്ലാ വസ്തുക്കളും മരങ്ങളും വൃക്ഷങ്ങളും എല്ലാതും അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട് എന്നാണ്. ഈവൻ പിന്നെ പക്ഷികളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സ്തുതിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. നീ ഖുർആൻ പാരായണം ചെയ്താൽ നിന്റെയും പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെയും ഇടയിൽ ദൃശ്യമല്ലാത്തൊരു മറ നാം വെക്കുന്നതാണ്. അവരത് ഗ്രഹിക്കുന്നതിനായി തടസ്സമായി അവരുടെ ഹൃദയങ്ങളിൽ മേൽ നാം മൂടികൾ വെക്കുന്നതും അവരുടെ കാതുകളിൽ നാം ഒരുതരം ഭാരം വരുത്തുന്നതുമാണ്. ഖുർആൻ പാരായണത്തിൽ നിന്റെ രക്ഷിതാവിനെ പറ്റി മാത്രം നീ പ്രസ്താവിച്ചാൽ അവർ വിറളിയെടുത്ത് പുറംതിരിഞ്ഞു പോകുന്നതുമാണ്. നീ പറയുന്നത് അവർ ശ്രദ്ധിച്ചു കേൾക്കുന്ന സമയത്ത് ഏതൊരു കാര്യമാണ് അവർ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. അവർ സ്വകാര്യം പറയുന്ന സന്ദർഭം അഥവാ മാരണം ബാധിച്ച ഒരാളെ മാത്രമാണ് നിങ്ങൾ പിന്തുടരുന്നത് എന്ന് പരിഹസിച്ചുകൊണ്ട് അക്രമികൾ പറയുന്ന സന്ദർഭവും നമുക്ക് നല്ലവണ്ണം അറിയാം. നബിയെ നോക്കൂ, എങ്ങനെയാണ് അവർ നിനക്ക് ഉപമകൾ പറഞ്ഞുണ്ടാക്കിയതെന്ന്. അങ്ങനെ അവർ പിഴച്ചു പോയിരിക്കുന്നു. അതിനാൽ അവർക്കൊരു മാർഗവും പ്രാപിക്കാൻ സാധിക്കുകയില്ല. അവർ പറഞ്ഞു, നാം എല്ലുകളും ജീർണാവശിഷ്ടങ്ങളും ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും നാം പുതിയൊരു സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നുവെന്നോ? നബിയെ, നീ പറയുക, നിങ്ങൾ കല്ലോ ഇരുമ്പോ ആയിക്കൊള്ളുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകളിൽ വലുതായി തോന്നുന്ന എന്തെങ്കിലും ഒരു സൃഷ്ടിയായിക്കൊള്ളുക, എന്നാലും നിങ്ങൾ പുനരുജ്ജീവിക്കപ്പെടും. അപ്പോൾ ആരാണ് ഞങ്ങളെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് അവർ പറഞ്ഞേക്കും. നിങ്ങളെ ആദ്യ തവണ സൃഷ്ടിച്ചവൻ തന്നെ എന്ന് നീ പറയുക. അപ്പോൾ നിന്റെ നേരെ നോക്കിയിട്ട് അവർ തലയാട്ടിക്കൊണ്ട് പറയും, എപ്പോഴായിരിക്കും അത്? നീ പറയുക, അത് അടുത്ത് തന്നെ ആയേക്കാം. ഇത് കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്ത്. അപ്പം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. എങ്ങനെയാണോ നിങ്ങൾ ആദ്യ തവണ ജനിച്ചത് അതുപോലെ തന്നെ നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യ സമയത്തും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന്. അതെ, അവൻ നിങ്ങളെ വിളിക്കുകയും അവനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ ഉത്തരം നൽകുകയും ചെയ്യുന്ന ദിവസം അതിനിടയിൽ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യും. നീ എന്റെ ദാസന്മാരോട് പറയുക, അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന്. തീർച്ചയായും പിശാച് അവർക്കിടയിൽ കുഴപ്പം ഇളക്കി വിടുന്നു. തീർച്ചയായും പിശാച് മനുഷ്യന് പ്രത്യക്ഷ ശത്രുവാകുന്നു. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ നിങ്ങളോട് കരുണ കാണിക്കും, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ നിങ്ങളെ ശിക്ഷിക്കും. അവരുടെ മേൽനോട്ടക്കാരനായി നിന്നെ നാം നിയോഗിച്ചിട്ടില്ല. നിന്റെ രക്ഷിതാവ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവരത്രേ. തീർച്ചയായും പ്രവാചകന്മാരിൽ ചിലർക്ക്
ചിലരേക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ദാവൂദിന് നാം സബൂർ എന്ന വേദം നൽകുകയും ചെയ്തു. നബിയെ പറയുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദൈവങ്ങളെന്ന് വിവാദിച്ചു പോകുന്നവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ. നിങ്ങളിൽ നിന്ന് ഉപദ്രവം നീക്കുവാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനോ ഉള്ള കഴിവ് അവരുടെ അധീനത്തിലില്ല. അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആരെയാണോ അവർ തന്നെയാണ് തങ്ങളുടെ രക്ഷിതാവിലേക്ക് സമീപന മാർഗം തേടിക്കൊണ്ടിരിക്കുന്നത്. അതെ, അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവോട് ഏറ്റവും അടുത്തവർ തന്നെ അപ്രകാരം തേടുന്നു. അവർ അവന്റെ കാരുണ്യം ആഗ്രഹിക്കുകയും അവന്റെ ശിക്ഷ ഭയപ്പെടുകയും ചെയ്യുന്നു. നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ തീർച്ചയായും ഭയപ്പെടേണ്ടതാകുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തിന് മുമ്പായി നാം നശിപ്പിച്ചു കളയുന്നതോ അല്ലെങ്കിൽ നാം കഠിനമായി ശിക്ഷിക്കുന്നതോ ആയിട്ടല്ലാതെ ഒരു രാജ്യവുമില്ല. അത് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാകുന്നു. നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിന് നമുക്ക് തടസ്സമായത് പൂർവികന്മാർ അത്തരം ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു എന്നത് മാത്രമാണ്. നാം സമുദായത്തിന് പ്രത്യക്ഷ ദൃഷ്ടാന്തമായി കൊണ്ട് ഒട്ടകത്തെ നൽകുകയുണ്ടായി. എന്നിട്ട് അവർ അതിന്റെ കാര്യത്തിൽ അക്രമം പ്രവർത്തിച്ചു. ഭയപ്പെടുത്താൻ മാത്രമാകുന്നു നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത്. തീർച്ചയായും നിന്റെ രക്ഷിതാവ് മനുഷ്യരെ വലയം ചെയ്തിരിക്കുന്നു എന്ന് നാം നിന്നോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. നിനക്ക് നാം കാണിച്ചു തന്ന ആ ദർശനത്തെ നാം ജനങ്ങൾക്ക് ഒരു പരീക്ഷണം മാത്രമാക്കിയിരിക്കുകയാണ്. ഖുർആനിലെ ശപിക്കപ്പെട്ട വൃക്ഷത്തെയും ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു. നാം അവരെ ഭയപ്പെടുത്തുന്നു, എന്നാൽ വലിയ ധിക്കാരം മാത്രമാണ് അത് അവർക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ച എന്ന് പറഞ്ഞ ഈ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ സൂറത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞ ഇസ്രാ അതായത് അള്ളാഹുലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയതാണ് എന്നുള്ളതാണ് പറയുന്നത്. ശപിക്കപ്പെട്ട വൃക്ഷം എന്ന് പറയുന്നത് സഖൂം എന്ന വൃക്ഷമാണെന്നും പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ അങ്ങനെയാണ് അതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന് പറയുന്ന കാഴ്ചയാണ് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച എന്ന് പറയുന്നത്. അവിടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്ത സഖൂം എന്ന വൃക്ഷം, അതായത് നരകത്തിലെ ആ വൃക്ഷത്തെയാണ് പാപികൾക്ക് ഭക്ഷണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച. ഖുർആനിൽ പറയുന്ന ദുഖാനിലും വഹയിലും ഒക്കെ സോഫാത്തിലൊക്കെ പറയുന്നുണ്ട് ഈ ഒരു വൃക്ഷത്തിനെ പറ്റിയിട്ട്. അപ്പൊ ഈ വൃക്ഷമാണ് നരകം കല്ലുകൾ പോലും കരിച്ചു കളയുമെന്ന് പറയുന്ന വൃക്ഷം എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നരകത്തിനെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് കല്ലുകൾ പോലും അവിടെ കരിയിക്കപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വൃക്ഷം ഉണ്ടാവും എന്ന് പറയുമ്പം ആ വൃക്ഷം കരിഞ്ഞു പോകൂലേ എന്ന് ചോദിച്ചിട്ട് ജാഹിലിയ്യത്ത് ആ സമയത്ത് മുശ്രിക്കുകൾ ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ്, കളിയാക്കി ചിരിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ആ വൃക്ഷം സഖൂം എന്ന വൃക്ഷമാണ്. ആ വൃക്ഷം അതുപോലെ തന്നെ ആ നരകത്തിനെ പോലും കവച്ചു വെക്കുന്ന അത്രയും വലിയൊരു വൃക്ഷമായിരുന്നു അത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ ഒരു വസ്തുവിനെ അത്രയും നിർദ്ദിഷ്ടമായിട്ടാണ് ജനങ്ങൾക്ക് നരകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങൾ ആദമിന് പ്രണാമം 61-ാമത്തെ ആയത്ത് മുതലാണ്. നിങ്ങൾ ആദമിന് പ്രണാമം ചെയ്യുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. അപ്പോൾ അവർ പ്രണമിച്ചു, ഇബ്ലീസ് ഒഴികെ. അവൻ പറഞ്ഞു, നീ കളിമണ്ണിനാൽ സൃഷ്ടിച്ചവന് ഞാൻ പ്രണാമം ചെയ്യുകയോ? അവൻ പറഞ്ഞു, എന്നേക്കാൾ നീ ആദരിച്ചിട്ടുള്ളത് ഇവനാരെന്ന് നീ എനിക്ക് പറഞ്ഞു തരൂ. തീർച്ചയായും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ നീ എനിക്ക് അവധി നീട്ടിത്തരുന്ന പക്ഷം ഇവന്റെ സന്തതികളിൽ ചുരുക്കം പേരൊഴിച്ച് എല്ലാവരെയും ഞാൻ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. അള്ളാഹു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളൂ. അവരിൽ നിന്ന് വല്ലവനും നിന്നെ പിന്തുടരുന്ന പക്ഷം നിങ്ങൾക്കെല്ലാമുള്ള പ്രതിഫലം നരകം തന്നെയായിരിക്കും. അതേ, തികഞ്ഞ പ്രതിഫലം തന്നെ. അവരിൽ നിന്ന് നിനക്ക് സാധ്യമായവരെ നിന്റെ ശബ്ദം മുഖേന നീ ഇളക്കി വിട്ടുകൊള്ളുക. അവർക്കെതിരെ നിന്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും നീ വിളിച്ചു കൂട്ടുകയും ചെയ്തു കൊള്ളുക. സ്വത്തുക്കളിലും സന്താനങ്ങളിലും നീ അവരോടൊപ്പം പങ്കുചേരുകയും അവർക്ക് നീ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു കൊള്ളുക. പിശാച് അവരോട് ചെയ്യുന്ന വാഗ്ദാനം വഞ്ചന മാത്രമാകുന്നു. തീർച്ചയായും എന്റെ ദാസന്മാരാരോ അവരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവുമില്ല. കൈകാര്യകർത്താവായി നിന്റെ രക്ഷിതാവ് തന്നെ മതി. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി കടലിലൂടെ കപ്പലോടിക്കുന്നവനാകുന്നു. അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയത്രേ അത്. തീർച്ചയായും അവൻ നിങ്ങളോട് ഏറെ കരുണയുള്ളവനാകുന്നു.
കടലിൽ വെച്ച് നിങ്ങൾക്ക് കഷ്ടത അപായം നേരിട്ടാൽ അവനൊഴികെ നിങ്ങൾ ആരെയെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നുവോ അവർ അപ്രത്യക്ഷരാവും. എന്നാൽ നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തി കരയിൽ എത്തിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞുകളയുകയായി. മനുഷ്യനേറെ നന്ദി കെട്ടവനായിരിക്കുന്നു. കരയുടെ ഭാഗത്ത് തന്നെ നിങ്ങൾ ആഴ്ത്തിക്കളയപ്പെടുകയോ അല്ലെങ്കിൽ അവൻ നിങ്ങളുടെ നേരെ ഒരു ചരൽ മഴ അയക്കുകയോ ചെയ്യുകയും നിങ്ങളുടെ സംരക്ഷണം ഏൽക്കാൻ യാതൊരാളെയും നിങ്ങൾ കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണ്. കരയുടെ ഭാഗത്ത് നിന്ന് അവൻ നിങ്ങളെ ആഴ്ത്തിക്കളയുകയോ അല്ലെങ്കിൽ അവൻ നിങ്ങളുടെ നേരെ ഒരു ചരൽമഴ അയക്കുകയോ ചെയ്യുകയും നിങ്ങളുടെ സംരക്ഷണം നിൽക്കാൻ യാതൊരാളെയും നിങ്ങൾ കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അല്ലെങ്കിൽ മറ്റൊരു പ്രാവശ്യം അവൻ നിങ്ങളെ അവിടേക്ക് കടലിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും എന്നിട്ട് നിങ്ങളുടെ നേർക്ക് അവനൊരു തകർപ്പൻ കാറ്റയച്ചിട്ട് നിങ്ങൾ നന്ദികേട് കാണിച്ചതിന് നിങ്ങളെ അവൻ മുക്കിക്കളയുകയും അനന്തരം ആ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി നമുക്കെതിരെ നടപടിയെടുക്കാൻ യാതൊരാളെയും നിങ്ങൾ കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിക്കുകയും കടലിലെയും കരയിലെയും അവരെ നാം വാഹനത്തിൽ കയറ്റുകയും വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകുകയും നാം സൃഷ്ടിച്ചിട്ടുള്ളവരിൽ മിക്കവരെക്കാളും അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു. എല്ലാ മനുഷ്യരെയും അവരുടെ നേതാവിനോടൊപ്പം നാം വിളിച്ചു കൂട്ടുന്ന ദിവസം ശ്രദ്ധേയമാകുന്നു. അപ്പോൾ ആർക്ക് തന്റെ കർമ്മങ്ങളുടെ രേഖ തന്റെ വലതു കൈയിൽ നൽകപ്പെട്ടുവോ അത്തരക്കാർ അവരുടെ ഗ്രന്ഥം വായിച്ചു നോക്കുന്നതാണ്. അവരോട് ഒരു തരും അനീതിയും ചെയ്യപ്പെടുന്നതുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത സൃഷ്ടികളിൽ ഏറ്റവും അനുഗ്രഹീതമായ സൃഷ്ടി മനുഷ്യ സൃഷ്ടിയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. കാരണം മനുഷ്യനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹങ്ങളും ഇറക്കി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവന് കടലിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒതുക്കി കൊടുത്തു, കരയെയും അവന് ഒതുക്കി കൊടുത്തു അല്ലെ. കടലിലൂടെ വാഹനങ്ങളിലൂടെ പോകാൻ പറ്റുന്നുണ്ട്, കരയിലൂടെ ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും അവനക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. അവനക്ക് ഉപജീവനം തേടാൻ വേണ്ടിയിട്ട് അവനക്ക് കടലിലൂടെ പോകാം, അല്ലെങ്കിൽ ആകാശത്തിലൂടെ പോകാം, അവനക്ക് ഭൂമിയിലൂടെ നടക്കാം. എന്നിട്ട് ഒക്കെ നടത്തിട്ടും അവനെന്താണ് എന്നിട്ട് അവന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദികേട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് നമ്മൾ ആരുടെ കൂടെയാണോ നടന്നത്, ഏത് നേതാവിനെയാണോ നമ്മൾ പിൻപറ്റിയത്, അവരോടൊപ്പം നമ്മളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു കൂട്ടും എന്നുള്ളതാണ്. വല്ലവനും ഈ ലോകത്ത് അന്ധനായിരുന്നാൽ പരലോകത്തും അവൻ അന്ധനായിരിക്കും, ഏറ്റവും വഴി പിഴച്ചവനുമായിരിക്കും. തീർച്ചയായും നാം നിനക്ക് ബോധനം നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ നിന്നെ തെറ്റിച്ചു കളയുവാൻ ഒരുങ്ങിയിരിക്കുന്നു. നീ നമ്മുടെ മേൽ അല്ലാതെ മറ്റ് വല്ലതും കെട്ടിച്ചമയ്ക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ നിന്നെ മിത്രമായി സ്വീകരിക്കുക തന്നെ ചെയ്യും. നിന്നെ നാം ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അവരിലേക്ക് അല്പമൊക്കെ ചാഞ്ഞു പോയേക്കുമായിരുന്നു. എങ്കിൽ ജീവിതത്തിലും ഇരട്ടി ശിക്ഷ, മരണത്തിലും ഇരട്ടി ശിക്ഷ അതായിരിക്കും നാം നിനക്ക് ആസ്വദിക്കപ്പെടുന്നത്. പിന്നീട് നമുക്കെതിരിൽ നിനക്ക് സഹായം നൽകാൻ യാതൊരാളെയും നീ കണ്ടെത്തുകയില്ല. തീർച്ചയായും അവർ നിന്നെ നാട്ടിൽ നിന്ന് വിരട്ടി വിടുവാൻ ഒരുങ്ങിയിരിക്കുന്നു. നിന്നെ അവിടെ നിന്ന് പുറത്താക്കുകയത്രേ അവരുടെ ലക്ഷ്യം. എങ്കിൽ നിന്റെ പുറത്താക്കലിന് ശേഷം കുറച്ചു കാലമല്ലാതെ അവർ അവിടെ താമസിക്കുകയില്ല. നിനക്ക് മുമ്പ് നാം അയച്ച നമ്മുടെ ദൂതന്മാരുടെ കാര്യത്തിലുണ്ടായ നടപടിക്രമം തന്നെ നമ്മുടെ നടപടിക്രമത്തിൽ യാതൊരു ഭേദഗതിയും നീ കണ്ടെത്തുകയില്ല. സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്നത് വരെ നിശ്ചിത സമയങ്ങളിൽ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നമസ്കാരം നിലനിർത്തുക. തീർച്ചയായും പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാകുന്നു. രാത്രിയിൽ നിന്ന് അല്പസമയം നീ ഉറക്കമുണർന്ന് അതോടെ ഖുർആൻ പാരായണത്തോടെ നമസ്കരിക്കുകയും ചെയ്യുക. അത് നിനക്ക് കൂടുതലായുള്ള ഒരു പുണ്യകർമ്മമാകുന്നു. നിന്റെ രക്ഷിതാവ് നിന്നെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് നിയോഗിച്ചേക്കാം. അതായത് തഹജ്ജുദിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ചില ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന അനുഗ്രഹമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്റെ രക്ഷിതാവേ, സത്യത്തിന്റെ പ്രവേശന മാർഗത്തിലൂടെ നീ എന്നെ പ്രവേശിപ്പിക്കുകയും സത്യത്തിന്റെ ബഹിർഗമന മാർഗത്തിലൂടെ നീ എന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യണമേ. നിന്റെ പക്കൽ നിന്ന് എനിക്ക് സഹായകരമായ ഒരു ആധികാരിക ശക്തി നീ ഏർപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് നീ പറയുകയും ചെയ്യുക. സത്യം വന്നിരിക്കുന്നു, അസത്യം മാഞ്ഞു പോയിരിക്കുന്നു. തീർച്ചയായും അസത്യം മാഞ്ഞു പോകുന്നതാകുന്നു എന്ന് നീ പറയുക. സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളത് ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അക്രമികൾക്ക് നാം അത് നഷ്ടമല്ലാതെ മറ്റൊന്ന് വർദ്ധിപ്പിക്കുകയില്ല. നാം മനുഷ്യന് അനുഗ്രഹം ചെയ്തു കൊടുത്താൽ അവൻ തിരിഞ്ഞു കളയുകയും അവന്റെ പാട്ടിന് മാറിപ്പോവുകയും ചെയ്യുന്നു. അവന് ദോഷം ബാധിച്ചാലാകട്ടെ അവൻ വളരെ നിരാശനായിരിക്കുകയും ചെയ്യും. പറയുക, എല്ലാവരും അവരവരുടെ സമ്പ്രദായമനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ കൂടുതൽ ശരിയായ മാർഗം സ്വീകരിച്ചവൻ ആരാണെന്നതിനെ പറ്റി നിങ്ങളുടെ രക്ഷിതാവ് നല്ലവണ്ണം അറിയുന്നവനാകുന്നു.
നിന്നോട് അവർ ആത്മാവിനെ പറ്റി ചോദിക്കുന്നു. പറയുക, ആത്മാവ് എന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽപ്പെട്ടതാകുന്നു. അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. തീർച്ചയായും നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് നാം നൽകിയ സന്ദേശം നാം പിൻവലിക്കുമായിരുന്നു. പിന്നീട് അതിന്റെ കാര്യത്തിൽ നമുക്കെതിരായി നിനക്ക് വരമേൽപ്പിക്കാവുന്ന യാതൊരാളെയും നീ കണ്ടെത്തുകയുമില്ല. നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കാരുണ്യം മാത്രമാകുന്നു അത്. നിന്റെ മേൽ അവന്റെ അനുഗ്രഹം തീർച്ചയായും മഹത്തരമായിരിക്കുന്നു. നബിയെ പറയുക, ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരുന്നതിനായി മനുഷ്യരും ജിന്നുകളും ഒന്നിച്ചു ചേർന്നാലും തീർച്ചയായും അതുപോലൊന്നും അവർ കൊണ്ടുവരികയില്ല. അവരിൽ ചിലർക്ക് പിന്തുണ നൽകുന്നതായാൽ പോലും. തീർച്ചയായും ഈ ഖുർആൻ എല്ലാവിധ ഉപമകളും ജനങ്ങൾക്ക് വേണ്ടി വിവിധ രൂപത്തിൽ നാം വിവരിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യരിൽ അധിക പേർക്കും നിഷേധിക്കാനല്ലാതെ മനസ്സ് വന്നില്ല. അവർ പറഞ്ഞു, ഈ ഭൂമിയിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഒരു ഉറവ ഒഴുക്കിത്തരുന്നത് വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല. അല്ലെങ്കിൽ നിനക്ക് ഈന്തപ്പനകളുടെയും മുന്തിരികളുടെയും ഒരു തോട്ടമുണ്ടായിരിക്കുകയും അതിനിടയിലൂടെ നീ സമൃദ്ധമായ അരുവികൾ ഒഴുക്കുകയും ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ നീ ജൽപ്പിച്ചതുപോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി നീ വീഴ്ത്തുന്നത് വരെ, അല്ലെങ്കിൽ അള്ളാഹുവും മലക്കുകളെയും കൂട്ടം കൂട്ടമായി നീ കൊണ്ടുവരുന്നത് വരെ, അല്ലെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ ആകാശത്ത് കൂടി നീ കയറി പോകുന്നത് വരെ, ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഞങ്ങളുടെ അടുത്തേക്ക് നീ ഇറക്കിക്കൊണ്ടുവരുന്നത് വരെ നീ കയറി പോകുന്നതായി ഞങ്ങൾ വിശ്വസിക്കുകയില്ല. നബിയെ പറയുക, എന്റെ രക്ഷിതാവ് എത്ര പരിശുദ്ധൻ, ഞാൻ ദൂതനായ ഒരു മനുഷ്യൻ മാത്രമല്ലേ. അതായത് നടക്കാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യിക്കുക കണ്ടാലല്ലാതെ ഞങ്ങൾ നിന്നെ നബിയായി സ്വീകരിക്കുകയില്ല എന്നാണ് അവർ പറയുന്നത്. ജനങ്ങൾക്ക് സന്മാർഗം വന്നപ്പോൾ അവർ അത് വിശ്വസിക്കുന്നതിന് തടസ്സമായത് അള്ളാഹു ഒരു മനുഷ്യനെ ദൂതനായി നിയോഗിച്ചിരിക്കുകയാണോ എന്ന് അവരുടെ വാക്ക് മാത്രമായിരുന്നു. നബിയെ പറയുക, ഭൂമിയിലുള്ളത് ശാന്തമായി നടന്നു പോകുന്ന മലക്കുകളായിരുന്നെങ്കിൽ അവരിലേക്ക് ആകാശത്തു നിന്ന് ഒരു മലക്കിനെ തന്നെ നാം ദൂതനായി ഇറക്കുമായിരുന്നു. നീ പറയുക, എനിക്ക് നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അള്ളാഹു തന്നെ മതി. തീർച്ചയായും അള്ളാഹു തന്റെ ദാസന്മാരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാകുന്നു. അള്ളാഹു ആരെ നേർവഴിയിലാക്കുന്നുവോ അവനാണ് നേർമാർഗം പ്രാപിച്ചവൻ. അവൻ ആരെ ദുർമാർഗത്തിലാക്കുന്നുവോ അവർക്ക് അവന് പുറമെ രക്ഷാധികാരികളെയൊന്നും നീ കണ്ടെത്തുന്നതേയില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മുഖം നിലത്ത് കുത്തിയവരായിക്കൊണ്ട് അന്ധരും ഊമകളും ബധിരരുമായിക്കൊണ്ടും നാം അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. അവരുടെ സങ്കേത നരകമത്രേ. അത് അണഞ്ഞു പോകുമ്പോഴെല്ലാം നാം അവർക്ക് ജ്വാല കൂട്ടിക്കൊടുക്കുന്നതാണ്. അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചതിനും ഞങ്ങൾ എല്ലുകളും ജീർണാവശിഷ്ടങ്ങളും ആയി കഴിഞ്ഞിട്ടാണോ പുതിയൊരു സൃഷ്ടിയായി ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്ന് അവർ പറഞ്ഞതിനും അവർക്കുള്ള പ്രതിഫലമത്രേ അത്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അല്ലാഹു ഇവരെ പോലെയുള്ളവരെയും സൃഷ്ടിക്കാൻ ശക്തനാണ് എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ലേ? ഇവർക്ക് അവൻ ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്, അതിന് സംശയമേ ഇല്ല. എന്നാൽ നന്ദികേട് കാണിക്കുവാനല്ലാതെ അക്രമികൾക്ക് മനസ്സ് വന്നില്ല. നബിയെ പറയുക, എന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകൾ നിങ്ങളുടെ ഉടമസ്ഥയിലായിരുന്നുവെങ്കിൽ ചെലവഴിച്ച് തീർന്നു പോകുമെന്ന് ഭയന്ന് നിങ്ങൾ പിടിക്കുക തന്നെ ചെയ്യുമായിരുന്നു. മനുഷ്യൻ കടുത്ത ദുഗ്ധനാകുന്നു. തീർച്ചയായും മൂസക്ക് നാം പ്രത്യക്ഷമായ 9 ദൃഷ്ടാന്തങ്ങൾ നൽകുകയുണ്ടായി. അദ്ദേഹം അവരുടെ അടുത്ത് ചെല്ലുകയും, മൂസ, തീർച്ചയായും നിന്നെ ഞാൻ മാരണം ബാധിച്ച ഒരാളായിട്ടാണ് കരുതുന്നത് എന്ന് ഫിറഔൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്ത സന്ദർഭത്തെ പറ്റി ഇസ്രായേൽ സന്തതികളോട് നീ ചോദിച്ചു നോക്കുക. അദ്ദേഹം ഫിറൗനോട് പറഞ്ഞു, കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട് ഇവ ഇറക്കിയത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് എന്ന് തീർച്ചയായും നീ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫിറൗനെ, തീർച്ചയായും നീ നാശമടഞ്ഞവൻ തന്നെ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അവരെ ഇസ്രായേലിയരെ നാട്ടിൽ നിന്ന് വിരട്ടിയോടിക്കുവാനാണ് അവൻ ഉദ്ദേശിച്ചത്. അതിനാൽ അവനെയും അവന്റെ കൂടെയുള്ളവരെയും മുഴുവൻ നാം മുക്കി നശിപ്പിച്ചു. അവന്റെ നാശത്തിന് ശേഷം നാം ഇസ്രായേൽ സന്തതികളോട് ഇപ്രകാരം പറയുകയും ചെയ്തു, നിങ്ങൾ ഈ നാട്ടിൽ താമസിച്ചു കൊള്ളുക. അനന്തരം പരലോകത്തിന്റെ വാഗ്ദാനം വന്നെത്തിയാൽ നിങ്ങളെയെല്ലാം കൂട്ടത്തോടെ നാം കൊണ്ടുവരുന്നതാണ്. സത്യത്തോടു കൂടിയാണ് നാം ഈ ഖുർആൻ അവതരിപ്പിച്ചത്. സത്യത്തോടു കൂടി തന്നെ അത് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആ സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. നീ ജനങ്ങൾക്ക് സാവകാശത്തിൽ ഓതിക്കൊടുക്കേണ്ടതിനായി ഖുർആനെ നാം പല ഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുന്നു. നാം അതിനെ ക്രമേണയായി ഇറക്കുകയും ചെയ്തിരിക്കുന്നു. നബിയെ പറയുക, നിങ്ങൾ ഇതിൽ ഖുർആനിൽ വിശ്വസിച്ചു കൊള്ളുക, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. തീർച്ചയായും ഇതിനു മുമ്പ് ദിവ്യജ്ഞാനം നൽകപ്പെട്ടവരാരോ അവർക്ക് ഇത് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവർ പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴുന്നതാണ്. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, എത്ര പരിശുദ്ധൻ. തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവിന്റെ വാഗ്ദാനം നടപ്പിലാക്കപ്പെടുന്നത് തന്നെയാകുന്നു. അവർ കരഞ്ഞുകൊണ്ട് മുഖം കുത്തി വീഴുകയും അതവർക്ക് വിനയം വർദ്ധിപ്പിക്കുകയും ചെയ്യും.
നബിയെ പറയുക, നിങ്ങൾ നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചുകൊള്ളുക, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക. ഏത് തന്നെ നിങ്ങൾ വിളിക്കുകയാണെങ്കിലും അവനുള്ളതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. നിന്റെ പ്രാർത്ഥന നീ ഉച്ചത്തിലാക്കരുത്, അത് പതുക്കെയുമാക്കരുത്. അതിനിടയിലുള്ള ഒരു മാർഗം നീ തേടിക്കൊള്ളുക. സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളിയല്ലാത്തവനും നിന്ദിതിയിൽ നിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനുമായ അള്ളാഹുവിന് സ്തുതി എന്ന് നീ പറയുകയും അവനെ ശരിയാവണ്ണം മഹത്വപ്പെടുത്തുകയും ചെയ്യുക. തുടങ്ങിയത് തസ്ബീഹ് കൊണ്ട്, ഓക്കെ, അവസാനിക്കുന്നതും തസ്ബീഹ് കൊണ്ട്. അങ്ങനെയാണ് ഈ സൂറത്ത് സുബ്ഹാന എന്ന സൂറത്തായിട്ട് മാറിയത്. അതായത് തുടങ്ങിയത് തസ്ബീഹ് കൊണ്ട്, ഈ സൂറത്തിന്റെ ഹംദും തക്ബീറും കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ഈ സൂറത്ത് അതായത് തസ്ബീഹ് കൊണ്ടുള്ള സൂറത്തായിട്ട് മാറിയത്, സുബ്ഹാന എന്നുള്ള സൂറത്തായിട്ട് ഇതിനെ മാറിയത്. ഓക്കെ, അവന് സന്താനങ്ങളുമില്ല, സന്താനങ്ങളെ ജനിപ്പിച്ചിട്ടുമില്ല, അവന് സ്വയം ജനിച്ചിട്ടുമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവന് ആരാണ്? അവന് ഏകനായ ഇലാഹാകുന്നു. ഓക്കെ, ഇത് നമ്മള് പഠിക്കേണ്ട ഭാഗമാണ്, നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. എപ്പോഴും നമ്മള് അള്ളാഹുവിന് ഒന്നിനെയും വകവെക്കാൻ പാടില്ല. ഒരു തരത്തിലും അള്ളാഹുവിന് ഒരു പങ്കുകാരെയും വകവെക്കാൻ പാടില്ല. ഈവൻ നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് വിചാരിക്കണേ ഞാനാണ് ഇത് ചെയ്തത്, എനിക്ക് നല്ല കഴിവുണ്ട്, ഞാനും ഇതൊക്കെ ചെയ്തല്ലോ എന്ന് നമ്മൾ അഹങ്കാരത്തോടു കൂടി ഒരു മനസ്സ് വിചാരിച്ചാൽ പോലും അത് അള്ളാഹുവിന് പങ്കു ചേർക്കപ്പെട്ട ഹൃദയമായി മാറി എന്നാണ്. ഓക്കെ, അത്രത്തോളം നമ്മള് സൂക്ഷ്മത കാണിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഉന്നതമായ രീതിയിൽ അവനെ ആരാധിക്കാനും അവനെ തൃപ്തിപ്പെടുന്നവന്റെ ഉത്തമരായ അടിമകളാകാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين. رب هب لي من لدنك ذرية طيبة انك سميع الدعاء. يا غني الله اغنني بفضلك من سواك. ربي انصرني منصرا مباركا خير المنصرين. اللهم استر ولا تؤثر وتمم بالخير. ربي انصرني منصرا مباركا خير المنصرين. سبحان الله الحمد لله لا اله الا الله اكبر ولا حول ولا قوة الا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني امين يا رب العالمين. اللهم انا نسألك جنات الفردوس الاعلى. اللهم انا نسألك جنات الفردوس الاعلى. اللهم انا نسألك جنات الفردوس الاعلى. ربي انصرني منصرا مباركا خير المنصرين. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني امين يا رب العالمين. ربي اني لما انزلت الي من خير فقير. ربي اني لما انزلت الي من خير فقير. ربي اني لما انزلت الي من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري آمين يا رب العالمين. يا حي القيوم يا رحمن الراحمين يا ذا الجلال الإكرام يا أحد മുസ്തഗ്നതുമായ അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരികയും ഇഹലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന്. അള്ളാഹുവെ റഹ്മറാഹിമിന, അള്ളാഹു അതിരിക്കവിയാത്ത വിധം അള്ളാഹുവെ നിന്റെ നൽകിയ അനുഗ്രഹങ്ങളെ അള്ളാഹുവെ വിനിയോഗിച്ച് നിന്റെ ഉത്തമരാടിമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമിന അള്ളാഹുവെ, നീ നൽകിയത് പിടിച്ചു വെച്ചുകൊണ്ട് പിശുക്ക് കാണിക്കുന്നതിൽ നിന്ന് അള്ളാഹു നിന്നിലേക്ക് ഞങ്ങൾ അഭയം തേടുന്നു. യാ റഹ്മറാഹിമിന അള്ളാഹു, നീ നിശ്ചയിച്ച നീ തൃപ്തിപ്പെട്ട മധ്യമമായ മാർഗത്തിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് ജീവിക്കാനും നീ നൽകിയ അനുഗ്രഹങ്ങളെ ചെലവഴിക്കാനുമുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമിന അള്ളാഹുവെ, നിന്റെ കാരുണ്യവും റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം കൊണ്ട് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നൽകിയതിൽ അള്ളാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. അതിൽ ഞങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്യണമേ. യാ റഹ്മറാഹിമിന അള്ളാഹു യാദൽ ജലാൽ ഇക്രാമായ അള്ളാഹുവെ, ജനങ്ങൾ നിദ്രയിലായിരിക്കുന്ന സമയങ്ങളിൽ അള്ളാഹുവെ നിനക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകുകയും അള്ളാഹുവെ അത് ഞങ്ങൾക്ക് നീ നിലനിർത്തി തരികയും ചെയ്യണമേ. ഞങ്ങളെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി കിട്ടുന്ന നിന്റെ ഉത്തമരായ ഇടമകളാക്കി നീ അനുഗ്രഹിക്കുകയും യാ റഹ്മൻ അള്ളാഹുവെ ഞങ്ങളുടെ കൈകളെ അള്ളാഹു ഉത്തരം കിട്ടുന്ന കൈകളാക്കുകയും അള്ളാഹു ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉത്തരം കിട്ടുന്ന ഹൃദയങ്ങളാക്കുകയും ഞങ്ങളുടെ നാവുകളെ അള്ളാഹുവെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന നാവുകളാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ.
യാ റഹ്മാൻ അള്ളാഹുവെ, ഞങ്ങളുടെ വജഹ് അള്ളാഹു നിന്നിലേക്ക് തിരിച്ചുകൊണ്ട് അള്ളാഹുവെ സുജൂദ് ചെയ്യുന്ന നിന്റെ ഉത്തമ അടിമകളാകാൻ ഞങ്ങളുടെ സന്തതി പരമ്പരകൾക്കും ഞങ്ങൾ സ്നേഹിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികൾക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ അന്ത്യസമയം അള്ളാഹുവെ നിനക്ക് സ്തുതി പറഞ്ഞുകൊണ്ട് അള്ളാഹുവെ മലക്കുകൾക്ക് സലാം പറഞ്ഞുകൊണ്ട് നിന്നിലേക്ക് മടങ്ങുന്ന നിന്റെ ഒത്തവര അടിമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ എല്ലാ ഇബ്ലീസിന്റെ കെണികളിൽ നിന്നും ഇബ്ലീസിന്റെ അള്ളാഹു വഴിപഴച്ച കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളെ ബന്ധുക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ. അവന്റെ വഴിപിഴവിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെ അവൻ ഓസ്വസിലാക്കുന്നതിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. റഹ്മാൻ അള്ളാഹുവെ നിനക്ക് സുജൂദ് ചെയ്യുന്ന നിനക്ക് 5 നേരങ്ങളിൽ അള്ളാഹുവെ കൃത്യമായി നമസ്കരിക്കുന്ന നിന്റെ ഒത്തവര അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും ഞങ്ങളെ ഇണകളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും അള്ളാഹുവെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് നിന്നിലേക്ക് വന്നവർക്ക് അള്ളാഹുവെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ കുടുംബങ്ങൾക്ക് അള്ളാഹുവെ നീ സമാധാനവും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ജീവിതം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ മല പോലെ വരുന്ന ആപത്തുകളെ ഞങ്ങൾക്ക് നീ മഞ്ഞു പോലാക്കി തരണമേ. യാ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നിന്റെ ഭവനത്തിൽ വന്ന് സുജൂദ് ചെയ്യാനുള്ള തൗഫീക്കും ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരി ചെന്ന് സലാം പറയാനുള്ള തൗഫീക്കും നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ അള്ളാഹുവെ നീ സമൃദ്ധി നൽകുകയും അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ സമാധാനം അടയുന്ന മനസ്സുകളാക്കി ഞങ്ങളുടെ മനസ്സുകളെ നീ അനുഗ്രഹിക്കുകയും അള്ളാഹുവെ ഞങ്ങൾക്ക് നിദ്രാവേളകളിൽ അള്ളാഹുവെ ഉന്നതമായ ഉറക്കം നൽകി അള്ളാഹുവെ നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ ഇബാദത്ത് ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹു യാദൽ ജലാലിക്രമായ അള്ളാഹുവെ ഞങ്ങളുടെ ജീവിത വിഭവങ്ങളിൽ ഞങ്ങളുടെ ജോലികളിൽ അള്ളാഹുവെ ഞങ്ങളുടെ കച്ചവട മാർഗങ്ങളിൽ അള്ളാഹുവെ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ അതിനെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നീ ഉയർത്തി തരികയും അള്ളാഹു നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ നീ നൽകിയ അനുഗ്രഹത്തെ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹുവെ ഞങ്ങൾക്ക് വരുന്ന റമളാൻ അള്ളാഹുവെ പരിപൂർണമായി വിനിയോഗിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അതിലെ ഓരോ രാവുകളും അള്ളാഹുവെ നിനക്ക് ഇബാദത്ത് കൊണ്ട് നിന്നെ തൃപ്തിപ്പെടുത്താനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അതിന്റെ ഓരോ പകലുകളിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൃപ്തിപ്പെട്ട രീതിയിൽ തന്നെ അള്ളാഹുവെ ഞങ്ങൾക്ക് നോമ്പിനെ പൂർത്തിയാക്കാനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ അള്ളാഹുവെ നീ സ്വീകരിക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ ആയുസിനെ നൽകുന്നിടത്തോളം കാലം അള്ളാഹുവെ അതിൽ ആരോഗ്യത്തെയും നീ ചെയ്യണമേ. റഹ്മാൻ അള്ളാഹുവെ നിന്റെ മുന്നിലില്ലാതെ മറ്റാരുടെ മുന്നിൽ കൈനീട്ടാത്ത വിധം അള്ളാഹു ഞങ്ങളുടെ കൈകളെ അള്ളാഹുവെ റഹ്മത്തിലും ബർക്കത്തിലും ഐശ്വര്യത്തിലുമാക്കി തന്ന് അനുഗ്രഹിക്കണമേ. ആമീൻ ആമീൻ ആമീൻ. റഹ്മത്തിക്ക് യാ റഹ്മാൻ അള്ളാഹുവെ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്ത് മാഫിക നൽകുകയും അവർക്ക് നീ ആയുസ്സിന് ആരോഗ്യത്തെയും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്ക് അള്ളാഹുവെ അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കുകയും അള്ളാഹുവെ നിന്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നിങ്ങളുടെ സഹോദരിമാർക്ക് അള്ളാഹു അവരുടെ കുടുംബങ്ങൾക്ക് നീ സന്തോഷവും സുഖവും സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കുകയും അള്ളാഹുവെ നിന്റെ ഭവനത്തിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ അവർക്ക് വന്ന് സുജൂദ് ചെയ്യാനും അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനും അള്ളാഹുവെ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹു യാദൽ ജലാലിക്രമായ അള്ളാഹു അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അസുഖക്കാർക്ക് അള്ളാഹുവെ നീ പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു എല്ലാ മാറാരോഗങ്ങളിൽ നിന്ന് അസുഖങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. അള്ളാഹു ഞങ്ങളുടെ നാടിനും ഞങ്ങളുടെ രാജ്യത്തിനും അള്ളാഹുവെ നീ സമാധാനം നൽകുകയും അള്ളാഹു ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങളെ മേലധികാരികളാക്കുന്നതിൽ നിന്ന് അള്ളാഹുവെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ അള്ളാഹുവെ ലോകത്തും പരലോകത്തും വിജയം വെച്ച് നിന്റെ അടിമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ ആമീൻ ആമീൻ. പ്രശ്നത്തിക്ക് യാ റഹ്മാൻ നിന്റെ കണ്ടുമുട്ടുന്ന നാളിൽ അള്ളാഹുവെ നിന്റെ വജഹ് ഏറ്റവും ഉന്നതമായ രീതിയിൽ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. മലക്കുകൾ ആമീൻ പറയുന്ന സദസ്സാക്കുകയും ആ സദസ്സിനെ നീ അനുഗ്രഹിക്കുകയും അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും പരിപൂർണമായും ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരികയും നിന്റെ ഭവനത്തിലേക്ക് നിന്നിലേക്ക് അള്ളാഹുവെ ഞങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ രീതിയിൽ മടങ്ങി വരാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ.
آمين 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 برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة السلام الله ورحمه الله وعليكم السلام ورحمة الله وبركاته. وعليكم السلام.